ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് ഇല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ടിപ്സ് ആൻഡ് നോളജ് എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ വന്ന് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക. അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ റീസെൻ്റ്ലി വന്നിട്ടുള്ള കുറേ അപ്ഡേറ്റുകൾ ഞാൻ എന്തായാലും ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, ടോട്ടൽ സപ്ലൈ എത്രയാണ്, ഇത് എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ പറയും. അതോടൊപ്പം പൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് ഇനി ബിറ്റ് കോയിൻ്റെ അടുത്ത് എത്തുമെന്ന് ഇപ്പോഴും കുറേ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഷോർട്ട് റിപ്ലൈ എന്തായാലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഡബ്ല്യു കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ റീസെൻ്റ്ലി അപ്ഡേറ്റ് എന്താണ്, അത് ലിസ്റ്റ് ആവുമോ, അത് എപ്പോഴാണ് ലിസ്റ്റ് ആവുക, അതൊരു സ്കാം ആണോ എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോകുന്നത് ഈ പൈ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണിൻ്റെ പ്രൈസ് കൂടോ ഇല്ലയോ, ബിറ്റ് കോയിൻ എത്തുമോ എന്നും ഇല്ലയോ എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ കുറേ പേര് പറയുന്ന കാര്യമാണ് പൈൻ്റെ വാല്യൂ ഇപ്പം നോക്ക് എന്ന്. അപ്പോൾ ഞാൻ ആൾറെഡി തന്നെ പൈൻ്റെ വാല്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിറ്റ്ഗേറ്റിൽ ഇപ്പോൾ പൈൻ്റെ വാല്യൂ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് 1.8573 എനിക്ക് അത്രത്തോളം അതിശയമൊന്നും ഈ ഒരു പൈയിൽ വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ സ്റ്റാൻഡിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് 100% സ്കാം ആവാനുള്ള കാര്യങ്ങളുണ്ട്. അതിൽ പ്രോഫിറ്റ് എടുത്തവരിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പ്രോഫിറ്റ് എടുത്തത് കാരണം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഈ ഒരു 6 വർഷമായിട്ട് ചെയ്തിട്ട് KFC കംപ്ലീറ്റ് ചെയ്യാതെ ഒരു സെൻട്രലൈസ് പ്രൊജക്റ്റ് ആയ കാരണം, അത് ഡീസെൻട്രലൈസ് ആവാത്ത കാരണം തീർച്ചയായിട്ടും ഇങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇതിന് ഒരു $100 അതേപോലെ തന്നെ $1000 $2000 പ്രതീക്ഷിക്കുന്ന ആൾക്കാർ തികച്ചും മണ്ടന്മാരാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് തീർച്ചയായിട്ടും $2000-3000 ഒന്നും തീർച്ചയായിട്ടും എത്താൻ പോകുന്നില്ല. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സപ്ലൈ തന്നെയാണ്. 100 ബില്യൺ ടോക്കൺ സപ്ലൈ ആണ് ഈ ഒരു പ്രൊജക്റ്റിനുള്ളത്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഇപ്പോൾ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത് 6 ബില്യൺ മാത്രമാണ്. അപ്പോൾ ഈ ഒരു 6 ബില്യൺ സപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ ആണ് ഇതിനുള്ളത്. അതേപോലെ തന്നെ ഇത് 100 ബില്യൺ ഇനി ഫ്യൂച്ചറിൽ അവർ പതുക്കെ ടോക്കൺ റിലീസ് ചെയ്യുന്നുള്ളൊരു കാര്യമാണ് അവരുടെ വൈറ്റ് പേപ്പറിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അവർ എത്രത്തോളം വലിയ സ്ട്രാറ്റജി കൊണ്ടുവന്നാലും ഒരു $1000 അതേപോലെ തന്നെ $2000 ബിറ്റ് കോയിൻ്റെ പ്രൈസ് വെച്ചിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഈ ഒരു പൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഒരു 6 വർഷം 10 വർഷം കഴിഞ്ഞാൽ അത് അടുത്ത ബിറ്റ് കോയിൻ ആണെന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം നിരാശയായിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവുക നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പതുക്കെ ടോക്കൺ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അത് ടോക്കണ് വാല്യൂ കൂടുമോ? തീർച്ചയായിട്ടും വാല്യൂ കൂടില്ല, വാല്യൂ കുറയാൻ മാത്രമാണ് സാധ്യതയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു വാല്യൂ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുതെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എൻ്റെ സ്റ്റാൻഡിൽ ഞാൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഈ കാര്യത്തിന് ഞാൻ എത്ര ചീത്ത കേട്ടാലും എന്തൊക്കെ കേട്ടാലും എൻ്റെ സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. 100 ബില്യൺ ടോക്കൺ സപ്ലൈ ഉള്ള അതേപോലെ തന്നെ ഒരു സെൻട്രലൈസ് ആയ ഒരു പ്രൊജക്റ്റ് ബിറ്റ് കോയിൻ്റെ വാല്യൂ ആയിട്ട് എത്താനും തീർച്ചയായിട്ടും പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കാര്യം റീസെൻ്റ്ലി നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, സോൾ സ്കാനിൽ നമുക്ക് പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ അവിടെ 100 ബില്യൺ സപ്ലൈ ആയിട്ട് അവർ ഒരു ടോക്കൺ അവിടെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോഴും ഹോൾഡേഴ്സിൻ്റെ കയ്യിലാണ്. അതിനൊരു മാർക്കറ്റ് ക്യാപ്പ് കൊടുത്തിട്ടില്ല, ഇല്ലെങ്കിൽ അതൊരു ലൈവ് ആയിട്ടില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ലിസ്റ്റ് ആവാനുള്ള ഒരു ഹിൻഡ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഡേറ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ 27 to മാർച്ച് 5 തീയതി വരെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒരു മാർച്ച് ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു ഡേറ്റിൽ തന്നെ ഈ ഒരു പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ലിസ്റ്റ് ആവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ അടുത്ത് ചെയ്തിരിക്കുന്നത്, നമുക്കിപ്പോൾ എന്തായാലും 100 ബില്യൺ ടോക്കൺ സപ്ലൈ ആണെന്ന് അവരുടെ ഡിസ്കോഡിൽ നിന്നൊക്കെ നമുക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 100 ബില്യണിൽ എത്രത്തോളമാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ, ഇതിന് എത്രത്തോളം പ്രൈസ് വരുന്നു നമുക്ക് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോഫിറ്റ് കണക്കാക്കാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റും കണക്കാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ അവരുടെ ടോക്കണോമിക്സ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ 62% പൗസ് അപ്ലിക്കേഷനും അതേപോലെ തന്നെ ഫ്യൂച്ചർ എയർ ഡ്രോപ്പിനും അവർ പറഞ്ഞിട്ടുണ്ട്. എക്കോസിസ്റ്റം പാർട്ട്ണർഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 12%, അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 10%, ലിക്വിഡിറ്റി റിസർവ് ചെയ്തത് 8%, സൊലാന OG ഒറിജിനൽ ഗാങ്സ്റ്റർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി 7.5% ആണ് അവൻ്റെ ടോക്കണോമിക്സിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് അറിയേണ്ടത് ഈ ഒരു 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും കാര്യം, എക്കോസിസ്റ്റം സസ്റ്റൈനബിലിറ്റി, അതായത് പാർട്ട്ണർഷിപ്പും ഡെവലപ്മെൻറ്റ് ടീമും ലിക്വിഡിറ്റി റിസർവും, ഈ ഒരു 3 കാര്യം എന്തായാലും ലോക്കഡ് ആയിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എത്രയാണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ 62.5% പ്ലസ് 7.5% ഇൻറ്റു 100 ബില്യൺ സപ്ലൈ എടുക്കുമ്പോൾ 70 ബില്യൺ ടോക്കൺ മാത്രമായിരിക്കും ടോട്ടലായിട്ട് സപ്ലൈ വരാൻ പോകുന്നത്. ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവാമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അവൻ്റെ ആ ഒരു ടോക്കണോമിക്സ് ഇല്ലെങ്കിൽ അവരുടെ ഒരു പേജിൽ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് നല്ലത്. വളരെയധികം ടോക്കൺ സപ്ലൈ വീണ്ടും കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ടോട്ടലായിട്ടുള്ള സർക്കുലേറ്റിംഗ് സപ്ലൈ കിട്ടിയിട്ടുണ്ട്. 70 ബില്യൺ ആയിരിക്കും നമ്മുടെ ടോട്ടലായിട്ടുള്ള പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ. അപ്പോൾ ഞാനിവിടെ അപ്രോക്സിമേറ്റ്ലി എടുക്കാൻ പോവാണ് 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ നമ്മുടെ ഈ ഒരു പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ലിസ്റ്റ് ആവുകയാണ്.
ആണെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രൈസ് ആണ് കിട്ടുക എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് $0.00142857 ആയിരിക്കും നമ്മുടെ ഒരു പൗസ് ടോക്കൺ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ ഇത് നന്ന് ലിസ്റ്റ് ആവുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 100% എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ 100 മില്യൺ ആണ് റീസെൻ്റ് ആയിട്ടുള്ള കുറേ പ്രൊജക്റ്റുകൾ, നല്ല പ്രൊജക്റ്റുകളൊക്കെ 100 മില്യനൊക്കെ എടുക്കുന്നുണ്ട്. എക്സംപയറൊക്കെ 100 മില്യൺ നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡോഗ്സ് വെച്ച് എടുത്തു എന്ന് പറഞ്ഞാൽ 100 മില്യൺ എബോക്കെയാണ് അവർ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 100 ബില്യൺ എടുത്ത് വാല്യൂ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ 150 മില്യൺ എന്നുള്ളൊരു മാർക്കറ്റ് ക്യാപ്പിൽ വന്ന് ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഇതിന് കിട്ടാൻ പോകുന്ന വാല്യൂ 0.0021428557 എന്ന് പറഞ്ഞിട്ടുള്ള ഡോളേഴ്സിലായിരിക്കും. അപ്പോൾ എനിക്ക് ടോട്ടലായിട്ട് എത്ര പൗസ് ഉണ്ടായിരുന്നു? ഒരു 15,000 പൗസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 15,000 പൗസാണ് ഉള്ളതെങ്കിൽ എനിക്ക് $31 ആയിരിക്കും എനിക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 5,000 പൗസൊക്കെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് $10 തീർച്ചയായിട്ടും കിട്ടാനുള്ള ഒരു വർത്തുള്ള പ്രൊജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വർത്തുള്ള ഒരു പ്രൊജക്റ്റാണ്. ഈ 5,000 കിട്ടിയ ആൾക്കാരൊന്നും ഒരു പൈസയൊന്നും മുടക്കിയിട്ടുണ്ടാവില്ല. പല പ്രൊജക്റ്റൊന്നും ഇപ്പോൾ $1-2 സൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 32 ഇല്ലെങ്കിൽ ഒരു $40 ഉള്ളിലായിരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ട് 0.0021 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റ് ക്യാപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു വാല്യൂവിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയാവും ഇത്രത്തോളം ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുള്ളൂ. ഒരുപാട് എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക. വളരെയധികം എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടിയാലും നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ഈ W കോയിൻ്റെ ഡീറ്റെയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ W കോയിൻ കുറേ പേർക്ക് ഇപ്പോൾ വളരെയധികം നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ്. അതിപ്പോൾ മാത്രമല്ല മുമ്പും നെഗറ്റീവ് മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു W കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. അതിൽ അവർ റീസെൻ്റ്ലി എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? പൈസ ഇടേണ്ട കാര്യങ്ങൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ ഇട്ട് പറ്റിക്കേണ്ട കുറേ സ്കാമുകൾ, കീസ്, ട്രഷർ, അങ്ങനെയുള്ള NFT എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സ്കാം ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ഫെബ്രുവരി 25 ലിസ്റ്റ് ആവും എന്ന് പറഞ്ഞ W കോയിൻ വീണ്ടും അവരുടെ ലിസ്റ്റിംഗ് ഡേറ്റ് പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഓൺഗോയിങ് മാർക്കറ്റ് ഇൻസ്റ്റെബിലിറ്റി പർട്ടിക്കുലർലി പ്രൈസ് ഫ്ലക്ച്വേഷൻ ദാറ്റ് കുഡ് ഇമ്പാക്ട് അവർ ടോക്കൺ ലിസ്റ്റിംഗ് ഓവറോൾ മാർക്കറ്റ് ക്യാപ്പ് വി ഹാവ് മെയ്ഡ് ഡിഫിക്കൽട്ട് ടു ഡിസിഷൻ ടു പോസ്റ്റ്പോൺ ദ ലിസ്റ്റിംഗ് ഫോർ നൗ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷനും അങ്ങനെയുള്ള ഒരുപാട് ഫ്ലക്ച്വേഷനൊക്കെ ഉണ്ടാകാൻ കാരണം ഞങ്ങളുടെ കയ്യിലുള്ള മാർക്കറ്റ് ക്യാപ്പ് വെച്ച് ഞങ്ങൾക്ക് ഒരു കോയിൻ ഇറക്കിയെന്ന് പറഞ്ഞാൽ വളരെയധികം ഞങ്ങൾക്ക് ഭയങ്കര ബാഡ് ആയിരിക്കും, വളരെയധികം വാല്യൂ കുറയും എന്നുള്ളൊരു കാര്യം അവർ മെൻഷൻ ചെയ്തിട്ട് ഞങ്ങളുടെ ഈ ഒരു ടോക്കൺ ഇതിലേക്ക് ഞങ്ങളുടെ ഈ ഒരു ലിസ്റ്റിംഗ് ഞങ്ങൾ എന്ത് ചെയ്യാണ്? പോസ്റ്റ്പോണ്ട് ചെയ്യാണ്. 1, 2, 3, 4 നാലാമത്തെ പ്രാവശ്യമാണ് അവരിപ്പോൾ പോസ്റ്റ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെയധികം ബാഡ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് ഇത്. തീർച്ചയായിട്ടും ഒരുപാട് പ്രോഫിറ്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവർ മാക്സിമം പ്രോഫിറ്റ് ഇങ്ങനെ എന്താണ് ലിസ്റ്റ് ആവാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നിന്ന് ഒരുപാട് പ്രോഫിറ്റ് ആയിരിക്കും അവർ ഒരു ടോണൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരുപാട് ഇതൊന്നും എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൽ ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കൊടുത്തവരാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ കയറിയിട്ട് ഇപ്പോഴും NFT ക്യൂ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊന്നും നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. അവരുടെ സൈഡിൽ അവർ എന്തെങ്കിലും തന്നോന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ക്യൂ കിടക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്ലെയിം ഓപ്ഷൻ വന്നിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാജിക് ഇല്ലെങ്കിൽ ഇവിടെ ഗെറ്റ്ജം എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യുക, സെല്ല് ചെയ്ത് നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് ആണോ കിട്ടുന്നത് ആ പ്രോഫിറ്റ് എടുക്കുക. ഇവിടെ അവർ ഒരു NFT എന്ന് പറയുന്നത് നമുക്ക് തരാൻ പോകുന്നത് 10,000 പോയിന്റ്സ് ഉള്ള ഒരു NFT പാക്കേജ് ആണ്. ഈ പൗസിലൊക്കെ നമുക്കിപ്പോൾ അവിടെ 3 ലാക്ക് പോയിന്റ്സ് ഉള്ളത് 8,888 ടോക്കൺസ് ഒക്കെയാണ് കിട്ടാന്ന് പറയാം. അപ്പോൾ ഇവിടെ വെറും 10,000 ടോക്കൺസ് മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ 10,000 പോയിന്റ്സ് മാത്രമാണ് ഇവിടുത്തെ NFTയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെയധികം പോയിന്റ്സ് ഇല്ലെങ്കിൽ ടോക്കൺസ് ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു അലോക്കേഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടാൻ പോവുക. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ എലിജിബിൾ ആവുള്ളൂ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ആൾക്കാർ വളരെയധികം പൈസയൊക്കെ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പൈസയൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അപ്പോൾ എന്തായാലും ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ ഇവിടെ 25/01 ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ജനുവരി ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു സ്കാം ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ ഒരുപാട് ആൾക്കാരാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഇതിലും വെക്കരുത്. അവർ വീണ്ടും പുതിയൊരു ലിസ്റ്റിംഗ് ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയിക്കാം. അതേപോലെ തന്നെ ഇത് എന്തുകൊണ്ട് ബാഡ് ന്യൂസ് അല്ല എന്ന് അവർ കുറച്ച് റീസൺസ് പറഞ്ഞിട്ടുണ്ട്. ദ W കോയിൻ സ്മാർട്ട് കോൺട്രാക്ട് ഈസ് ഫുള്ളി പ്രിപ്പയർഡ് ഫോർ ഡിപ്ലോയിഡ് ദ എയർ ഡ്രോപ്പ് മെക്കാനിസം. സോറി ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടാവും. എന്തായാലും ക്ഷമിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കുക. അപ്പോൾ NFTയും ഡിസ്ട്രിബ്യൂട്ടിങ് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ NFT നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഹോൾഡിംഗ് ആണ്, അതൊക്കെ മാർക്കറ്റ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതെന്തായാലും നല്ലൊരു സ്കാം ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആരും ഒരുപാട് ആൾക്കാർ പൈസ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ കയറാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ടെലിഗ്രാം ചാനലിൽ കയറുക. പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി
വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കയറണം. അപ്പോൾ ഞാൻ കുറേ ലൂട്ട്സ് ഒക്കെ ഇടുന്നുണ്ട്, ഏഞ്ചൽ വൺ, അപ്സ്റ്റോക്സ്, ഇതിലൊക്കെ കയറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗൂഗിൾ പേയിൽ 170 രൂപ അതേപോലെ തന്നെ 160 രൂപയൊക്കെ കിട്ടും. നിങ്ങൾ ഇവിടെ സാധാരണ കയറിയിട്ട് ഇവിടെ UPI ID മാത്രം കൊടുത്താൽ മതി. UPI ID നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക? നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നമ്മുടെ ഈ പ്രൊഫൈൽ സെഷനിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് UPI ID കിട്ടുന്നതാണ്. അപ്പോൾ ആ UPI ID എടുത്ത് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് എവിടേക്കാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറിക്ക് മാത്രമാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിക്ക് പോകും. പ്ലേ സ്റ്റോറിൽ നിന്ന് പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ അതിലൊരു അക്കൗണ്ട്, ഡിമാൻഡ് അക്കൗണ്ട്, ലൈഫ് ടൈം ഫ്രീ അക്കൗണ്ടാണ് ഏഞ്ചൽ വണ്ണിൽ നിങ്ങൾ എടുക്കുന്നത്. അതിലെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, ഞാനിപ്പോൾ വൈഫൈ കണക്ട് ചെയ്ത് കാരണം മേ ബി പ്ലേ സ്റ്റോർ പോയില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, മോസ്റ്റ്ലി വൈഫൈ കണക്ട് ചെയ്യാതെ തന്നെ ചെയ്യുക. ഞാൻ ഇവിടെ ഹൈലി നല്ലൊരു കണക്ഷനൊക്കെ ഉള്ള കാരണമാണ് പോയത്. അപ്പോൾ എന്തായാലും പ്ലേ സ്റ്റോർ വന്നിട്ടുണ്ട്. അപ്പോൾ ഏഞ്ചൽ വൺ ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, KYC കംപ്ലീറ്റ് ചെയ്യുക, ആധാർ പാൻ കൊടുത്തിട്ട് ഒരു ഡിമാൻഡ് അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് ആയിട്ട് 1 രൂപ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 170 രൂപയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുക. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചാലും നിങ്ങൾക്ക് പൈസ പോകാനില്ല, ഇല്ലെങ്കിൽ അത് ഡീആക്ടിവേറ്റ് ചെയ്യാനോ അതിൻ്റെ പ്രൊഫൈൽ സെഷനിൽ പോയാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും പറ്റും. അപ്പോൾ എനിക്കിവിടെ കുറച്ച് പൈസ കിട്ടിയതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും പൈസ കിട്ടും. നിങ്ങൾക്ക് റെഫർ ലിങ്ക് ഉണ്ടാക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, മസ്റ്റായിട്ട് അതിലൊന്ന് കയറി ഇൻസ്റ്റാൾ ചെയ്ത് പൈസ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള ലൂട്ട്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാത്തിലും ഒന്ന് കയറി നോക്കുക. കയറി നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും. ഈ ഒരു ഏഞ്ചൽ വണ്ണും അപ്സ്റ്റോക്സും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പൈസ കിട്ടും. ബാക്കിയുള്ള കുറച്ചിങ്ങനെ ലൂട്ട്സൊക്കെ നമുക്ക് വിത്തിൻ 7 days കൊണ്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ പൈ എന്ന് പറഞ്ഞിട്ടുള്ളത് ബിറ്റ് കോയിൻ എത്തുമോ? തീർച്ചയായിട്ടും എത്താൻ പോകുന്നില്ല. പൗസ് എന്ന് പറഞ്ഞത് എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇന്നേ വീക്ക് തന്നെ നമുക്ക് പൗസ് നമ്മൾ എന്താവും ലിസ്റ്റ് ആവാം, നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഡബ്ല്യു കോയിൻ ലിസ്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഇനി നമുക്ക് വളരെയധികം വീണ്ടും 1 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊരു സ്കാം ആവാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.